അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിക്കുമെന്ന പ്രധാനപ്പെട്ട നീക്കം കൂടിയുണ്ട്. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വീണ്ടും അന്വേഷണം കടുപ്പിക്കുന്നു സർക്കാർ, ആഭ്യന്തര വകുപ്പ് എന്ന സാഹചര്യമുണ്ട്. ഇതിലേറ്റവും പ്രധാനം വിജിലൻസ് അന്വേഷണം വരുമ്പോൾ അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദന വിഷയമടക്കം അന്വേഷണ പരിധിയിൽ വരുന്നു എന്ന് മാത്രമല്ല DGP ആണ് നേരിട്ട് മൊഴിയെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നീക്കവും പ്രധാനപ്പെട്ടതാണ്. അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് DGP നേരിട്ട് നടത്തുന്ന ഈ മൊഴിയെടുപ്പ് വീഡിയോയിൽ ചിത്രീകരിക്കാനുമാണ് തീരുമാനം. ബ്രേക്കാണ്, വീണ്ടും ഒരു ഇടവേളയാണ്, മടങ്ങി വരാം. വിജിലൻസ് അന്വേഷണത്തിന് കൂടി അദ്ദേഹം ശുപാർശ ചെയ്യും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കവടിയാറിൽ അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ സ്ഥലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഡംബര വസതിക്ക് പണം കണ്ടെത്തിയത് എങ്ങനെയാണ്, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർക്ക് അദ്ദേഹം മറ്റു തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്യുമെന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ നൽകിയിരിക്കുകയാണ് DGP. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ഇങ്ങനെ തുടങ്ങി PV അൻവർ MLA ഉന്നയിച്ച ADGP MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് വീഡിയോയിൽ ചിത്രീകരിക്കാനാണ് തീരുമാനം. BV വിനോദ് ഉണ്ട്. വിനോദ്, ADGP എത്തിയിരിക്കുന്നു, മൊഴിയെടുപ്പ് ആരംഭിച്ചോ? അല്പസമയം മുൻപാണ് ADGP MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തെത്തിയത്. നേരത്തെ തന്നെ DGP ഇവിടെ എത്തിയിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ IG സ്പർജൻ കുമാറും DGPയുടെ ചേംബറിലുണ്ട്. ഈ ചേംബറിലാണ് മൊഴിയെടുക്കൽ നടപടികൾ. ഇത് വീഡിയോയിൽ ചിത്രീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തീർത്തും ഒരു അസാധാരണമായ സാഹചര്യം എന്ന് തന്നെ പറയാം. സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപാകെ ക്രമസമാധാന ചുമതലയുള്ള ADGP മൊഴി നൽകാൻ എത്തുന്ന ഒരു സാഹചര്യം. 2 പരാതികളിലാണ് അന്വേഷണം നടക്കുന്നത്. അത് ഒന്ന് ADGP തന്നെ നൽകിയിട്ടുള്ള പരാതിയാണ്. അത് തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ അത് ശരിയല്ല, അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ADGPയുടെ പരാതി. അതോടൊപ്പം തന്നെ PV അൻവർ നൽകിയിട്ടുള്ള പരാതി. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ADGPക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വർണം കടത്ത്, കൊലപാതകം, അതോടൊപ്പം തന്നെ ലഹരി സംഘങ്ങളുമായുള്ള ബന്ധം, ഈ പിടികൂടുന്ന സ്വർണം SP ആയിരുന്ന സുജിത്ദാസുമായി ചേർന്ന് തട്ടിയെടുത്ത് പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ PV അൻവർ ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നു. MR അജിത് കുമാർ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന മറ്റൊരു വെളിപ്പെടുത്തലുമുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയും നിലനിൽക്കുമ്പോഴാണ് ADGPയുടെ മൊഴിയെടുക്കൽ നടപടി അതിലേക്ക് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് കാര്യങ്ങൾ എത്തുന്നത്. ADGP നേരത്തെ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതും വലിയ വിവാദമായിരുന്നു. അക്കാര്യത്തെക്കുറിച്ചും DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുമെന്ന വിവരം കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇടതുമുന്നണിയിലും വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ADGPയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഘടകകക്ഷികൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയ ഒരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇവിടെ മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിക്കും. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ ഒരു അസാധാരണ സാഹചര്യം. കാരണം പോലീസിന്റെ 2 ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളാണ്. ഒന്ന്, ഈ ADGPയുടെ മൊഴി DGP നേരിട്ട് രേഖപ്പെടുത്തുന്നു തുടങ്ങിയ അസാധാരണ സാഹചര്യമുണ്ട്. എന്താണ് ഇതിന്റെ ഒരു തുടർ നടപടി എന്തായിരിക്കും വിനോദ്? കാരണം ഒരു വിജിലൻസ് കേസ് എടുക്കുക എന്നത് അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം എന്നത് അതിന്റെ ഒരു സ്വാഭാവിക നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാഴ്ചകളും നടപടി നീക്കങ്ങളും. എന്താണ് ഇതിന്റെ വസ്തുത? സൈത്ത്, ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPയാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അതുതന്നെയാണ് ഏറ്റവും അസാധാരണമായ സാഹചര്യമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. DGPയുടെ മുന്നിലേക്ക് മൊഴി നൽകാൻ ADGP എത്തുന്ന ഒരു നില. സംസ്ഥാന പോലീസിലെ 2ാമനാണ് ഇങ്ങനെ വിവാദങ്ങളിൽ പെടുകയും DGPക്ക് മുന്നിലേക്ക് മൊഴി നൽകാൻ എത്തുകയും ചെയ്യുന്നത്. നിരവധി നിയമക്കുരുക്കുകൾ തന്നെയാണ് ADGPയെ സംബന്ധിച്ചുള്ളത്. കാരണം PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തൽ ഒരു പ്രതിപക്ഷ MLAയുടെ ഭാഗത്തു നിന്നല്ല ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം.
ഭരണപക്ഷ MLA ഇത്ര ഗുരുതരമായ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ആരോപണം ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു വശത്ത് ADGPയെ സംരക്ഷിക്കുകയാണ്. ADGPക്ക് മുന്നിൽ അല്ലെങ്കിൽ ADGP ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ DGPയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ അതിൽ ഈ പരാതിയിൽ PV അൻവർ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളത് കൊലപാതകം നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം, പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു, അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിൽ രാജകൊട്ടാരത്തിന് സമാനമായ വീട് നിർമ്മിക്കുന്നു, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ, മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന വെളിപ്പെടുത്തൽ, ഈ കാര്യങ്ങളെല്ലാം DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു 5 അംഗ സംഘം പരിശോധിക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മറ്റൊരു അന്വേഷണത്തിന് DGP തന്നെ ശുപാർശ ചെയ്തിരിക്കുകയാണ്. അത് വിജിലൻസ് അന്വേഷണം വേണം എന്ന കാര്യമാണ് DGPയുടെ ശുപാർശയിലുള്ളത്. അതായത് MR അജിത്കുമാറിനെ സംബന്ധിച്ച് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിൽ DGPയുടെ സ്റ്റാൻഡ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ അന്വേഷണം കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് MR അജിത്കുമാറിനെ ഇപ്പോഴും തുടരാൻ അനുവദിക്കുന്നതിൽ പോലും DGPക്ക് അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല നേരത്തെ സൂപ്പർ DGP ചമഞ്ഞുകൊണ്ട് MR അജിത്കുമാർ പല ഉത്തരവുകളും പുറത്തിറക്കുകയും അത് DGPക്ക് തിരുത്തേണ്ടി വരികയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഒരു സാഹചര്യം. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവിടെ അധികാരത്തിൽ MR അജിത്കുമാർ കൈകടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു. പമ്പയിലെ പാർക്കിംഗ് സെൻറ്റർ സ്വന്തം നിയന്ത്രണത്തിലേക്ക് വയ്ക്കുക, 10ഓളം ലൈസൺ ഓഫീസർമാരെ വയ്ക്കുകയും ശബരിമലയിൽ തനിക്ക് ഇഷ്ടക്കാരെത്തുമ്പോൾ അവർക്ക് ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ADGPയുടെ നടപടി, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അപമര്യാദ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മാന്യമല്ലാതെ പെരുമാറി എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ADGP ഇതുവരെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളായും അല്ലെങ്കിൽ കണ്ടെത്തലുകളായും പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസിൽ പോലും വിജിലൻസ് മേധാവിയായിരിക്കെ സരിത്തിനെ പിടികൂടി ഫോൺ തട്ടിയെടുത്ത് ഉണ്ടാക്കിയ ആ ഒരു രംഗം, അതിന് പിന്നാലെയാണ് വിജിലൻസ് സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ വിജിലൻസിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് MR അജിത്കുമാർ തെറിക്കുന്നത്. എന്നാൽ 3 മാസം പിന്നിടുമ്പോഴേക്കും അതിശക്തനായി തിരികെ വീണ്ടും പോലീസിൻ്റെ തലപ്പത്തേക്ക് വരികയാണ്. ADGP എന്ന പദവിയിൽ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയോടുകൂടി അദ്ദേഹം വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ടു. അവിടെ നിന്നാണ് ഇപ്പോൾ DGPക്ക് മുന്നിലേക്ക് മൊഴി നൽകാനെത്തുന്ന അവസ്ഥയിലേക്ക് MR അജിത്കുമാറിൻ്റെ ഒരു കരിയർ മാറിപ്പോകുന്നത്. അത് PV അൻവർ ഉന്നയിച്ച തുറന്നുവിട്ട ഒരു ഭൂതം, അത് പിന്നീട് RSSൻ്റെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ, അത് 2 കൂടിക്കാഴ്ചകളാണ്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഈ കൂടിക്കാഴ്ചകൾക്ക് ബന്ധമുണ്ട് എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. CPIയുടെ നേതാക്കൾ ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ സുനിൽകുമാർ അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കൃത്യമായി പറയുകയും അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സൈത്തിൽ വിനോദ, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ADGP അജിത് കുമാറിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല, വലിയ അന്വേഷണം നടത്തുന്നു എന്നൊരു പ്രതീതി സർക്കാരും ആഭ്യന്തര വകുപ്പും സൃഷ്ടിക്കുന്നുണ്ട്. അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നു എന്ന വിചിത്രമായൊരു കാരണം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ സർക്കാരിന്റെ വാദം ചില നടപടിക്രമങ്ങൾ പൂർത്തിയാവാനുണ്ട്, അതുവരെ അദ്ദേഹത്തെ മാറ്റാനാവില്ല എന്ന വാദം ചില സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ന്യായീകരണമാകുമോ വിനോദ്? മുഖ്യമന്ത്രിയാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 അംഗ സംഘത്തിൻ്റെ, അത് DGP തന്നെയാണ് ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഒരു അന്വേഷണം പൂർത്തിയാകട്ടെ, ആ മുറയ്ക്ക് നടപടി എന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഇടതുമുന്നണി യോഗത്തിൽ പോലും മുഖ്യമന്ത്രി നിലപാടെടുത്തത്. എങ്കിൽ തന്നെയും ഇങ്ങനെ ആരോപണ വിധേയനായ ഒരാളെ എങ്ങനെയാണ് ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്ന ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അത് പുറത്തു നിന്നല്ല, മുന്നണിക്കകത്തു നിന്ന് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പാർട്ടിക്കുള്ളിലും അങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. MV ഗോവിന്ദൻ ചോദിച്ചത് CPIക്ക് അതൃപ്തി ഉണ്ടല്ലോ എന്ന കാര്യം ചോദിച്ചപ്പോൾ CPMന് തൃപ്തി എന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന മറുചോദ്യമാണ് MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. LDF കൺവീനർ TP രാമകൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം വേണം അല്ലെങ്കിൽ നടപടി എന്ന നിലയ്ക്കൊക്കെ തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MABയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും ആ നിലയ്ക്ക് തന്നെയാണ്. അവിടെയാണ് സ്പീക്കർ ഷംഷീറിൻ്റെ ഒരു വ്യത്യസ്തമായ നിലപാട് വന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മറ്റ് കുഴപ്പമൊന്നുമില്ല, RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നാണ് ഷംഷീറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായത്. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നു.
ഇത് മിത്തും അഭ്യൂഹവും ഒന്നുമല്ല എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് തന്നെ തുടങ്ങുന്നത്. നമുക്കറിയാം ഷംസീറിൻ്റെ നേരത്തെയുള്ള മിത്ത് പ്രയോഗം അതുതന്നെയാണ് ഒരു പരിഹാസ രൂപേണ PV അൻവർ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞത്. ഏതായിരുന്നാലും അജിത് കുമാറിനെ നിലനിർത്തുന്നതിൽ വലിയ എതിർപ്പുണ്ട്. അത് പുറത്തുനിന്ന് മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് അകത്തുനിന്നുകൂടി ആ എതിർപ്പ് ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ശൈത്യം വിനോദ് സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സർക്കാരിനെ സംബന്ധിച്ച് ഈ അജിത് കുമാറിനെതിരെ ഒരു നടപടി എടുക്കുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. പക്ഷേ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന വിചിത്ര സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെ ഇതിനെയൊക്കെ വിശദീകരിക്കുമെന്ന ചോദ്യമുണ്ട്. എന്തായാലും അജിത് കുമാറിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം കൂടി ഒരു അസാധാരണ സാഹചര്യങ്ങളിലൂടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രധാന മുൻനിരയിലുള്ളവർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പോലീസ് സേനയിലാകെ തന്നെ ഇത് ഈ ആശയക്കുഴപ്പം പ്രകടമാണ് താനും. DGP സംസ്ഥാന പോലീസ് മേധാവി മൊഴിയെടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ മൊഴിയെടുക്കുന്നു എന്നതാണ്. അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം കടന്നു പോകുമ്പോൾ എന്താണ് പോലീസ് സേനയിലെ ഈ സാഹചര്യം? ഇത് യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇത്തരം നീക്കം നടത്തുന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു അസാധാരണ സാഹചര്യമാണ്. സംസ്ഥാന പോലീസ് മേധാവി തന്റെ തൊട്ടു താഴെയുള്ള ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ മൊഴിയെടുക്കുകയാണ്. ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നു, ഞങ്ങൾ അന്വേഷണം നടത്തുന്നു എന്നൊരു പ്രതീതി സർക്കാർ പൊതുവിൽ ജനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുമില്ല.